friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 30 ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ കിട്ടുന്ന ഉള്ളി ഇതുപോലെ നാട്ടിൽ കിട്ടുന്നേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. നാട്ടിലെ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 40 എണ്ണം എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തോരൻ പരിപ്പാണ്. ഇത് 1/2 കപ്പ് തോരൻ പരിപ്പുണ്ട്. ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നേരിട്ട് തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് കഴുകിയെടുത്ത തോരൻ പരിപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം. നമ്മൾ 30 എണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 10 എണ്ണം ഈ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് വേവിക്കണം. നിങ്ങൾ ഉള്ളി വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ ചില ഉള്ളിയൊക്കെ കുറച്ച് വലിയ സൈസ് ആയിരിക്കില്ലേ, കണ്ട ഇതുപോലെ, അതെല്ലാം ഈ പരിപ്പിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ സാമ്പാറിൽ പിന്നെ ഉള്ളി അങ്ങനെ മുറിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. വലുതെല്ലാം ഈ പരിപ്പിൻ്റെ കൂടെ അങ്ങ് നന്നായിട്ട് ഉടഞ്ഞു പോയിക്കോളും. പിന്നെ ചെറുതെല്ലാം നമുക്ക് അല്ലാതെ ചേർക്കാം. ഇപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ ഇത്രയുള്ള ഒരു കഷ്ണം കായവും കൂടി ചേർക്കാം. സാമ്പാറിൽ എപ്പോഴും കട്ടിക്കായം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായം ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്താലും മതി. അപ്പോൾ ഈ കായം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പരിപ്പിൻ്റെ വേവ് പോലെ ഇരിക്കും വെള്ളത്തിൻ്റെ അളവ്, അപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി കുക്കർ അടച്ച് വേവിക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വേവിക്കാം. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ വേവിക്കണം. അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി വെക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. തോരൻ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ തോരൻ പരിപ്പിന് ഇത്രയും വേവില്ല എന്നുണ്ടെങ്കിൽ കുക്കർ തുറക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. അവസാനം നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന വെള്ളത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അഥവാ കുക്കർ തുറക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം പോലെ ഇരുന്നാലും അത് പ്രശ്നമില്ല. പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ നെല്ലിക്കയുടെ അത്രയുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് ആ പുളി വെള്ളം മാത്രം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ, ഒത്തിരി ആവശ്യമില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ നന്നായിട്ട് മൂത്ത ഒരു മണം വരണം. അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബാക്കിയുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ പരിപ്പിൻ്റെ കൂടെ ചേർത്തു, അതിൻ്റെ ബാക്കിയാണ്. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റുമ്പോൾ ആ ചെറിയ ഉള്ളിയുടെ നിറം മാറും, അതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. കുറച്ച് നേരം നമ്മൾ ഈ എണ്ണയിലിട്ട് ആ ഉലുവയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. അത് ആ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ ചെറിയ ഉള്ളിയുടെ നിറം ഒന്ന് മാറിയിട്ടുണ്ട്, അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്താൽ മതി. ഇനി 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പൊടികളുടെ പച്ചമണം നന്നായി ഒന്ന് മാറി വരണം. അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി വെന്തുടയാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പുളി വെള്ളവും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിനകത്തേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് 2 കപ്പ് വെള്ളം വേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിന് ഇരിക്കണം. കാരണം ഇത് നന്നായിട്ട് തിളച്ച് ആ ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വേണം കുറുകി വരാൻ. എന്നാലേ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത കായം ഉണ്ടല്ലോ, അത്രയും തന്നെ ഒരു പീസും കൂടി ചേർക്കാം. ഇനി നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് തോന്നിയാൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ആ ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വേവണം. അതുപോലെ സാമ്പാർ നല്ല കുറുകി വരും വേണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം നമുക്കത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, സാമ്പാർ നല്ല കുറുകി വന്നിട്ടുണ്ട്, ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി കുറുകും. ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി താളിച്ച് ചേർക്കണം. കടുക് താളിക്കാനായിട്ട് ചെറിയൊരു പാൻ വെക്കാം. അതിനകത്തേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകമാണ്, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകം, അത് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മതിയാവും. ഇനി തീ നന്നായി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ കിടന്ന് തന്നെ പൊടികൾ നന്നായി മൂത്ത് കിട്ടും. ഇത് മതിയാവും. ഇനി നമുക്ക് ഇത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചത് ഒഴിച്ചതിന് ശേഷം സാമ്പാർ വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ ഈ താളിച്ചൊഴിച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ സാമ്പാറിൽ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ സാമ്പാർ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. കണ്ട, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എനിക്ക് ശരിക്കും നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും ഒത്തിരി ഇഷ്ടമാണിത്. ദോശയുടെയും ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.